എല്ലാവർക്കും സംഭവം മനസ്സിലായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് ബിരിയാണിയാണ്. വെറും ബിരിയാണിയല്ല, ഒരു തമിഴ്നാട് ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും ടോപ്പ് ടിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിരിയാണിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു 4 സബോള, 4 തക്കാളി, മല്ലി, പുതിന, പട്ട, കരാമ്പൂ, ഏലക്ക, കുരുമുളക്. പിന്നെ നമ്മളിന്ന് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ നമുക്ക് തൈര്, 6 kg ഡാൽഡ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങല്ലേ. അപ്പോൾ നമ്മൾ പാത്രം വെച്ചു. 2 ടേബിൾ സ്പൂൺ ഡാൽഡയും 2 ടേബിൾ സ്പൂൺ 6 kg ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് പട്ട, കരാമ്പ്, ഏലക്കൊക്കെ ഇട്ട് കൊടുക്കാം. 6 kg ഡാൽഡ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പട്ട, കരാമ്പ്, ഏലക്ക ഇട്ട് കൊടുക്കാം. 2-3 കഷ്ണം പട്ട, 5-6 ഏലക്ക, 5-6 കരാമ്പൂ, കുറച്ച് കുരുമുളക്, ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഏലക്കൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ അലിയുന്ന വരെ അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ സബോള ഏകദേശം ആയിട്ടുണ്ട്. സബോള വഴറ്റുമ്പോൾ തീ കുറച്ച് വെച്ച് കരിയാതെ എല്ലാം നല്ല ഗോൾഡൻ യെല്ലോ കളർ വരെ വഴറ്റിയെടുക്കുക. അതിലോട്ട് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കാം. അതിട്ടിട്ട് അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് അത് ഇതാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞ എഫക്റ്റ് വരും. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ തീ കുറച്ച് വെച്ച് തന്നെ വേവിക്കണം. അപ്പോൾ പേസ്റ്റ് ഏകദേശം പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. തൈര് കുറച്ച് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, മല്ലി, പുതിന എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റാവുന്ന വരെ കുക്ക് ചെയ്യാം. ഉപ്പും നമുക്ക് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടോ, കാരണം നമ്മളിതിൽ തന്നെ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ വെള്ളവും ഇതിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലിടാം. ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെക്ക് ചെയ്തിട്ടിടാം. ഓക്കെ, അപ്പോൾ തക്കാളി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു മഞ്ഞൾപ്പൊടി, ഞാനൊരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചിക്കൻ ആഡ് ചെയ്തു. ചിക്കൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ചിക്കൻ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും നോക്കണ്ട, ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തുറക്കുക വേണം. അപ്പോൾ നമ്മൾ ചിക്കൻ 20 മിനിറ്റ് വേവുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എത്രയാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ ആകുമ്പോഴത്തേനും അതൊന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഏകദേശം 20 മിനിറ്റോളം വേവിച്ചു. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് നന്നായി ഇളക്കാം. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം ഇളക്കണ്ട, കാരണം ചിക്കൻ വെന്തിട്ടുണ്ട് ഓൾറെഡി, അത് പൊട്ടിപ്പോകരുത്. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം, കാരണം നമുക്ക് ചോറ് ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടാകുമെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൂട്ടി വയ്ക്കാം. തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉപ്പൊന്ന് ഇളക്കി ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് അരിയിടാം അതിലോട്ട്. ജസ്റ്റ് ഒന്ന് നന്നായി തിളച്ചോട്ടെ, എന്നിട്ട് അരിയിട്ടാൽ മതി. നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കുമ്പോൾ നോക്കണം ചിക്കൻ പൊട്ടിപ്പോകരുത്. അപ്പോൾ ഇതൊന്നൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് അരി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റണം. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി കഴിഞ്ഞാൽ നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ദോശക്കല്ലോ എന്തെങ്കിലും അതിന് മേലെ വെച്ച് ഒരു 20 മിനിറ്റ് അടച്ച് ദമ്മാക്കാം. ഓക്കെ, നമ്മുടെ തമിഴ്നാട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കാം. അയ്യോ, നല്ല കളറിൽ വന്നിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. തമിഴ്നാട് സ്റ്റൈലാണ്. ഇനി നമുക്കൊന്ന് കണ്ടെയ്നറിൽ പാക്ക് ചെയ്തെടുക്കണം. കാരണം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 2 സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്താണെന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം. നമ്മൾ ബിരിയാണി 4 കണ്ടെയ്നറിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൂളിലോട്ട് പോവാം. പോയി അവിടുത്തെ ആൾക്കാരൊക്കെ കൂട്ടി കഴിച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. നമ്മൾ കഴിക്കാൻ പോവാണ്. देखो कैसा खाते हैं आदमी, ऑफिशियल खाना बोलता है ऐसा है। सुपर टेस्टी है. എന്തായാലും ആശ നമ്മളെക്കാട്ടും നല്ല തള്ളാണ്. സാധനം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീണ്ടും തുടർന്ന് കാണുക. താങ്ക്സ് അലോട്ട്.